ഇന്നലെ ഒരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് വേറൊരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെർമിക്കുലൈറ്റ് അവൈലബിൾ അല്ല എങ്കിൽ അതിന് പകരം വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കണം കേട്ടോ. ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ചകിരിച്ചോറാണ് കേട്ടോ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വെർമി കമ്പോസ്റ്റ്. മൂന്നാമതായി നമുക്ക് പെർലൈറ്റ് എടുക്കാം. പെർലൈറ്റ് നമ്മുടെ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിനെ നല്ല പോറസ് ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇതാ സഹായിക്കാൻ എൻ്റെ ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം മിക്കുവാണ് കേട്ടോ സഹായിക്കാൻ വന്നേക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസും തുല്യ അളവിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിൽ പെർലൈറ്റിൻ്റെ വലിയ വലിയ ചങ്ക്സ് ഉള്ളതുകൊണ്ട് നല്ലോണം വേരോട്ടം ഉണ്ടാകാൻ വേണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ആണ്. പക്ഷേ ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. ചെറിയ കുഴികളുള്ള സീഡ്ലിംഗ് ട്രേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെള്ളം താഴെ കൂടി ഒഴുകി പോകുകയും ചെയ്യും. പിന്നെ ഉച്ചയ്ക്കൊക്കെ ചൂട് കൂടുന്ന സമയത്ത് വെള്ളം വേഗം ഇവാപ്പറേറ്റും ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ദിവസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ തക്കാളി ചെടികൾ നിൽക്കുന്ന പോട്ട്, അതുപോലത്തെ കുഞ്ഞു പോട്ട്സോ അല്ലെങ്കിൽ വലിയ കുഴിയുള്ള സീഡ്ലിംഗ് ട്രേ ആണെങ്കിലും ഈ പ്രശ്നം വരില്ല കേട്ടോ. ഇതേ അടുത്ത ഹെൽപ്പർ വന്നിട്ടുണ്ട്, മിന്നുക്കുട്ടി. ഞാൻ എന്ത് പണി ചെയ്താലും എൻ്റെ കൂടെ ഇൻവോൾവ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും പണി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എവിടെന്നെങ്കിലുമൊക്കെ ഓടി വരും. എൻ്റെ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഒരാൾ ഇതേ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സീഡ്ലിംഗ് ട്രേയിൽ വിത്തുകൾ പാകാം. ആദ്യത്തെ റോയിൽ കുറച്ച് പച്ചമുളകിൻ്റെ വിത്തുകളാണ് പാകാൻ പോകുന്നത്. സിറ എന്ന് പറയുന്നൊരു വെറൈറ്റി പച്ചമുളകാണ് പാകി മുളപ്പിക്കുന്നത്. ലാർജ് സ്കെയിൽ കൾട്ടിവേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല വെറൈറ്റിയാണ് സിറ എന്ന് പറയുന്ന പച്ചമുളക്. വിത്തുകൾ പാകിയതിന് ശേഷം ഒരു ചെറിയ ലെയർ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്ത് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ പോട്ടിംഗ് മിക്സ് ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നറിലും നിറച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പീച്ചിങ്ങയുടെ വിത്തുകൾ പാകി മുളപ്പിക്കാം. ഞാൻ എത്ര വളർത്തിയിട്ടും സക്സസ്ഫുൾ ആവാത്തൊരു ക്രോപ്പാണ് കേട്ടോ പീച്ചിങ്ങ. ഇപ്രാവശ്യം നോക്കാം എന്താകുമെന്ന്. വെർമിക്കുലൈറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മിക്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതായാലും ഒന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇതും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു മീഡിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഈ ഈസി ആയിട്ടുള്ളൊരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ്. ഇനി നിങ്ങളുടെ കയ്യിൽ പെർലൈറ്റും ഇല്ല വെർമിക്കുലൈറ്റും ഇല്ലെങ്കിലും ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും മാത്രം ഉപയോഗിച്ച് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉണ്ടാക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉപയോഗിച്ചുണ്ടാക്കിയെടുത്ത സീഡ്ലിങ്സ് ആണ് കേട്ടോ. എന്ത് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.